ചോദിക്കുന്നത് എന്താണ് വിത്ത് ഗുണം 10 ഗുണം? വിത്ത് നല്ല ഈ 2500 രൂപ മതി ഇത് കിളയ്ക്കാനും ഇത് 2 പ്രാവശ്യം വീടിയാനുള്ള പൈസ. 2008 തുടങ്ങി 2024 നമ്മൾ റിലീസ് ചെയ്ത് ഈ 2 വെറൈറ്റി. അതിൽ നിന്നാണ് ഹൈബ്രിഡ് ഉണ്ടാകുന്നത്. ഇതിനെ നമ്മൾ ഫാർമേഴ്സിന് കൊടുത്തു തുടങ്ങും. അതാണ് നിങ്ങൾക്ക് ഇപ്പൊ തന്നോണ്ടിരിക്കുന്നത്. പക്ഷേ ജൈവാംശം കിട്ടില്ലെങ്കിൽ നിൽക്കുന്ന ചെടിയുടെ റൂട്ട് തിന്നും. ചിലപ്പോൾ നിങ്ങൾ ഞാൻ കുത്തി ഇറക്കുന്ന സമയത്ത് കമ്പ് കൊണ്ട് ഇതിന്റെ സ്കിന്ന് ഡാമേജ് വരാം. ഇല്ലെങ്കിൽ നിങ്ങൾ ഉണങ്ങിയ നിങ്ങളിപ്പോൾ സാധാരണ ശരിക്കും ഒരാള് കൂന എടുക്കാൻ നിൽക്കും. കൂന എടുക്കുക, ഒരു 100 കൂന എടുക്കാൻ നോക്കിയാൽ അപ്പൊ 100 കൂനയിൽ നിങ്ങൾ കമ്പ് നട്ട് കഴിഞ്ഞാൽ എത്ര എണ്ണം പിടിക്കും? ഞാൻ ചോദിക്കുകയാണ്, ഒരു 100 എണ്ണം നട്ടു, നിങ്ങൾ 100 എണ്ണം നട്ടുമ്പോൾ എത്ര എണ്ണം സക്സസ് ആവും? നമുക്ക് ഒരു 90% സക്സസ് ആയിരുന്നു. ഒരു 10 എണ്ണം പോയി അല്ലേ? ഈ 10 എണ്ണത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് പോയെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പൊ ഒരാൾ മരിച്ചാൽ പോസ്റ്റ്മോർട്ടം നടത്തും അല്ലേ? പോസ്റ്റ്മോർട്ടം നടത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എന്തുകൊണ്ട്, എങ്ങനെ? ഈ 2 ചോദ്യത്തിന് ഉത്തരം കിട്ടും. പക്ഷെ നിങ്ങൾക്കൊരു കമ്പ് നിങ്ങൾ 100 എണ്ണം നട്ടപ്പം 90 എണ്ണം പിടിച്ചു. ഈ 90 എണ്ണം പിടിക്കുമ്പോൾ ശരാശരി 5 കിലോ കിട്ടുമെന്ന് നോക്കിയാൽ ഈ 10 എണ്ണം ആകുമ്പോൾ 50 കിലോ നഷ്ടപ്പെട്ടു. ഈ 50 കിലോയ്ക്ക് 50 രൂപ വെച്ച് എത്ര രൂപയായി? അപ്പൊ ഏകദേശം ചെറിയ എത്ര 2500 രൂപയായി. ഈ 2500 രൂപ മതി ഇത് കിളയ്ക്കാനും ഇത് 2 പ്രാവശ്യം വീടിയാനുള്ള പൈസ. മനസ്സിലായോ? പോയ വഴി ഈ 10 എണ്ണം പോയപ്പോൾ നിങ്ങൾക്ക് സംഭവിച്ചത് എങ്ങനെയാണ്? ബാക്കി എത്ര ഈ 90-ന് ലാഭമാണ് നമുക്ക് വരേണ്ടത്. ആ ലാഭം ഈ 10 എണ്ണം പോയി കഴിഞ്ഞപ്പോഴേക്ക് നിങ്ങൾക്ക് അത് നടാനുള്ള കൂലിയും പോയി, 2 പ്രാവശ്യം വീടിയാനുള്ള പൈസയും പോയി. ഈ 10 എണ്ണം പോയപ്പോൾ ഈ 10 എണ്ണം എങ്ങനെ പോയി? ആണ് പോസ്റ്റ്മോർട്ടം നടത്തുന്നത്. നിങ്ങൾ പോസ്റ്റ്മോർട്ടം നടത്തുമ്പോൾ എന്തുകൊണ്ട് പോയി നിങ്ങൾ ഇളക്കി നോക്കണം. എന്തുകൊണ്ടാണ് എൻ്റെ ഡാമേജ്? ചിലപ്പോൾ നിങ്ങൾ ഞാൻ കുത്തി ഇറക്കുന്ന സമയത്ത് കമ്പ് കൊണ്ട് ഇതിൻ്റെ സ്കിന്ന് ഡാമേജ് വരാം. ഇല്ലെങ്കിൽ നിങ്ങൾ ഉണങ്ങിയ മണ്ണി കൊണ്ടുവച്ചെന്ന് വരാം അല്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന കമ്പനി ഒരു പ്രത്യേകത ഉണ്ട്, അറിയാമോ? ഫീൽഡിൽ നിങ്ങൾ മരിച്ചിന് ഹാർവെസ്റ്റ് ചെയ്യും. നിങ്ങൾ ആദ്യം എന്താ ഫോക്കസ് ചെയ്യണം? എന്തെന്നില്ല വിത്ത് ഗുണം 10 ഗുണം നമ്മളെല്ലാവരും പറഞ്ഞുകൊണ്ട് നടക്കും. എന്താണ് വിത്ത് ഗുണം 10 ഗുണം? അത് ഞാൻ ചോദിക്കുന്നത്, എന്താണ് വിത്ത് ഗുണം 10 ഗുണം? വിത്ത് നല്ലതാണ് എല്ലാവരും പറയും. ശരിക്കും ഒരു ചെറിയൊരു അഗ്രികൾച്ചറിന് ശരിക്കും ചെറിയൊരു പ്രസംഗം നടത്തിയിരുന്നാൽ അതിൽ പറയും വിത്ത് ഗുണം 10 ഗുണം എന്ന് പറയും. നിങ്ങൾ കപ്പ ഹാർവെസ്റ്റ് ചെയ്യുമ്പോൾ വിത്തിനെ ശ്രദ്ധിക്കുന്നുണ്ടോ? നിങ്ങൾ ഫോക്കസ് ചെയ്യണത് എന്താണ്? കിഴങ്ങാണ്. എന്നിട്ട് കമ്പ് ചെയ്യും? ഒരു ദിവസം 2 ദിവസം അങ്ങനെ കിടക്കും വെയിലത്ത് അല്ലേ? ഒരു ഡെഡ് ബോഡിയെ ഒരാൾ മരിച്ച ആളെ നിങ്ങൾ വെയിലത്ത് ഒരു മണിക്കൂർ നടത്തി എന്താ സംഭവിക്കും? അതിൻ്റെ ശരീരമെല്ലാം പൊള്ളും അല്ലേ? അതുപോലെ കമ്പിനെ നിങ്ങൾ കമ്പ് എടുത്തിട്ട് ഈ കമ്പ് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഇതെടുത്ത് മാറ്റുള്ളൂ. വിത്താണ് നോക്കണം. ആദ്യം കപ്പ പിഴുത എന്താണ് ചെയ്യേണ്ടത്? കമ്പെടുത്ത് മാറ്റണം. വിത്താണ് ഗുണം അടുത്തത്. അപ്പോൾ നിങ്ങൾ ഈ വെയിലത്ത് ഇങ്ങനെ ഇടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സൺഹോർച്ചിങ് നടന്നിട്ട് ഇവിടെയുള്ള രക്തോട്ടം ഇവിടെ പൊള്ളും, ഒരു സൈഡ് പൊള്ളും, കമ്പിൻ്റെ ആ വെയിൽ കൊള്ളുന്ന ഭാഗം പൊള്ളും. പിന്നെ നിങ്ങൾ വൈകുന്നേരം എടുത്ത് സൂക്ഷിച്ച് വയ്ക്കും. ഇതിൻ്റെ ഇത് മുറിച്ച് നമ്മൾ എന്താ സംഭവിക്കുക? ഇത് നിങ്ങൾക്ക് ശരിക്കും അറിയാൻ പറ്റില്ല. അപക്വമായിട്ട് അകത്തുള്ള കറ വറ്റുകയും നിങ്ങൾ മുറിക്കുമ്പോൾ കറ കാണും, പക്ഷേ ചുറ്റിനും കാണത്തില്ല. അപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഇതുപോലെ ഉണ്ടാവും. ഈ ഭാഗത്തുനിന്ന് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകും. നിങ്ങൾ മുറിച്ച് നടുന്ന കമ്പിൽ ഒരു സൈഡിൽ കൂടെ അതിൻ്റെ സർക്കുലേഷൻ കുറയുമ്പോഴേക്കും റൂട്ട് ഇങ്ങനെ വരും. മനസ്സിലായില്ലേ? ഈ സൈഡിൽ കൂടെ അതിന് സർക്കുലേഷൻ ഇല്ല. അതാണ് വിത്ത് ഗുണം. ഞാൻ പറഞ്ഞില്ലേ, ചുറ്റിനും അത് ശരിക്കും പറഞ്ഞാൽ വിത്ത് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം മാറ്റേണ്ടത് കമ്പാണ്. വിത്ത് കിഴങ്ങ് പിന്നെ എടുത്താൽ നിങ്ങൾക്ക് ഒരു 100 വിത്ത് കിട്ടിയാൽ 100 ഇനമായിരിക്കും. ചിലത് കൂടുതൽ. ഞാൻ പറയുന്നത് നിങ്ങൾ അച്ഛനും അമ്മയ്ക്ക് 10 മക്കളുണ്ടെങ്കിൽ 10 രീതിയായിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ തന്നെ വിത്തിലുണ്ടാകുന്ന ഇടയിൽ മൾട്ടിപ്ലിക്കേഷനും പുതിയ വെറൈറ്റി ഉണ്ടാകുമ്പോൾ മാത്രമാണ് വിത്ത് ഉപയോഗിക്കുന്നത്. ബാക്കിയെല്ലാം എന്താണ്? കമ്പ് വയ്ക്കോ, ബഡ് ചെയ്തോ, ടിഷ്യൂ കൾച്ചർ ചെയ്തോ, ലെയർ ചെയ്തോ ഉണ്ടാക്കുന്നതെല്ലാം മാതൃഗുണത്തിന്റെ സെയിം ആയിരിക്കും. വിത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന എല്ലാം ഹൈബ്രിഡ്. 2 ചെടികൾ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുക തെങ്ങ് നിങ്ങൾ തെങ്ങി നിങ്ങൾ 10 വിത്ത് എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ അത് 10ഉം 10ആയി തന്നെ ഇരിക്കും. ചിലപ്പോൾ നമുക്ക് പ്രതിനിധിച്ചാൽ കണ്ടാൽ മനസ്സിലാവില്ല, യൂണിഫോം ആയിരിക്കില്ല. അതാണ് എന്താണ് ഒരു ഉത്തരവാണ് ഞാൻ പറയുന്നത്. അതല്ല, അതിന് ശരിക്കും പ്രജനന മരം 2 ക്രോസ് ചെയ്താൽ ഉണ്ടാവുന്നത്. ഉണ്ടാവുന്ന സമയത്ത് അതിന് ചെറിയ ചെറിയ വേരിയേഷൻ ഉണ്ടാവും. അപ്പോൾ വിത്ത് നിങ്ങൾ 100 വിത്തിട്ടാൽ 100 സ്വഭാവം തന്നെ ആയിരിക്കും. ഇപ്പം നെല്ലാണെങ്കിൽ തന്നെ ഒരു വെറൈറ്റി നിങ്ങൾ നട്ടിട്ട് അടുത്ത ജനറേഷൻ അത് കുറേ കഴിയുമ്പോൾ മാറും. അത് മാറിക്കൊണ്ടേയിരിക്കും. അത് ചെറിയ ചെറിയ മൈന്യൂട്ട് വ്യത്യാസങ്ങളുണ്ട്. അതിൽ നിന്നാണ് ഹൈബ്രിഡ് ഉണ്ടാകുന്നത്. ഹൈബ്രിഡ് ഉണ്ടാകുന്നത് അതിൽ നിന്നാണ്. പോളിനേഷൻ നടക്കുന്നതനുസരിച്ച്. അപ്പം ഞങ്ങൾ ഹൈബ്രിഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാവോ? മറ്റുള്ള ക്രോസ് പോളിനേഷൻ വരാതെ ഇപ്പം 2 വെറൈറ്റി മദർ പേരൻ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ചിലപ്പോൾ ശ്രീ അന്നോ ശ്രീ മന്നയും തമ്മിലുള്ള ഞങ്ങൾ ക്രോസ് ചെയ്യും. എങ്ങനെയാണെന്നറിയാം? ഇതിൻ്റെ പൂ വരുന്ന സമയത്ത് രാവിലെ നമുക്ക് ശരിക്കും ഒരു മെയിൽ ഫ്ലവറും ഫീമെയിൽ ഫ്ലവറും വരുന്ന 2 സമയമാണ്. അങ്ങനെ വെച്ചാൽ മെയിൽ ഫ്ലവർ ഒരു 9 മുതൽ 10 മണി വരെ ഓപ്പൺ ആകുകയും ഫീമെയിൽ ഫ്ലവർ 10 മണി കഴിഞ്ഞാൽ ചൂടനുസരിച്ച് മാറും കേട്ടോ. സമയം 12 മണി വരെ ഇരിക്കും. ഫീമെയിൽ ഫ്ലവർ അതിന് ശേഷമാണ് ഓപ്പൺ ആവണം. ഈ സമയം ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ രാവിലെ പോയിട്ട് ഫീമെയിൽ ഫ്ലവറിനെ കവർ ചെയ്യും. ഇന്ന് വിരിയാനുള്ള ഫീമെയിൽ ഫ്ലവറിനെ ഇന്നൊരു കവറിട്ട്, ഒരു തുണി കവറിട്ട് കവർ ചെയ്യും. എന്താണ്? അത് പൊട്ടിക്കഴിഞ്ഞാൽ മറ്റോ കൊണ്ടൊന്ന് പോളിനേറ്റ് ചെയ്ത് കളയും ഇതിനകത്ത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആദ്യം മെയിൽ ഫ്ലവർ ഓപ്പൺ ആവുന്ന സമയത്ത് ഞങ്ങൾ പോയി മെയിൽ കളക്ട് ചെയ്യും. മെയിൽ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് ഇതിനെ തുണി ഓപ്പൺ ചെയ്ത്, പക്ഷേ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ഈച്ചളവും നമ്മളെ സമ്മതിക്കാതെ അവൻ പോളിനേഷൻ ചെയ്യാൻ നിൽക്കും. എൻ്റെ തേൻ്റെ മണം അതങ്ങനെയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളിത് ഓപ്പൺ ചെയ്ത് പെട്ടെന്ന് നമ്മൾ പോളിനേറ്റ് ചെയ്യുകയും കവർ കെട്ടുകയും ചെയ്യും. എന്നുവെച്ചാൽ വേറെ പോളിനേഷൻ ഇറക്കും. അപ്പോഴേ കെട്ടും. അപ്പോഴേ ഇട്ട് ടാഗ് ചെയ്യും.
എന്നിട്ട് അപ്പോഴും നമ്മൾ ശരിക്കും ഈ അന്നോ ശ്രീ മന്നവും തമ്മിൽ നമ്മൾ ക്രോസ് ചെയ്ത് 100 വിത്ത് ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ നിന്ന് 100 ഐറ്റം ആയിരിക്കും കിട്ടുന്നത്. ഈ 100 പിന്നെ ഇതിന് ഞങ്ങൾ ഒരു വെറൈറ്റി റിലീസ് ആണെന്ന് അറിയാം. ഈ 100 തയ്യെ ഞങ്ങൾ ആദ്യത്തെ വർഷം നടും, രണ്ടാമത്തെ വർഷം നടും, അതിന് സ്ക്രീൻ ചെയ്യും, രോഗം കൂടുതലുള്ളതിനെ മാറ്റും, രോഗപ്രതിരോധ ഈൽഡ് ഇല്ലാത്തതിനെ മാറ്റും. ഇങ്ങനെ സ്ക്രീൻ ചെയ്ത് ഒരു 4-5 വർഷമാകുമ്പോൾ ഏകദേശം ഒരു രൂപം കിട്ടും. ഈ 4-5 വർഷം എന്ന് പറഞ്ഞാൽ 4-5 ക്രോപ്പ് ചെയ്യുമ്പോൾ നമുക്കൊരു ഏകദേശം ഒരു രൂപം കിട്ടും. ഇത് കൊള്ളാം. ഇത് എന്നിട്ട് എന്ത് സംഭവിക്കും, ഇതിനെ നമ്മൾ ഫാർമേഴ്സിന് കൊടുത്തു തുടങ്ങും. അതാണ് നിങ്ങൾക്ക് ഇപ്പം തന്നോണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം, മരിച്ചിന് 9 മാസവും മറ്റേ 3 മാസത്തിൽ വിളവെത്തുന്നതാണ്. അത് 9 മാസം കൊണ്ട് 3 പ്രാവശ്യം 3 കൃഷി, അതാണ് 6 വർഷം. കസാവയ്ക്ക് നമുക്ക് എത്ര ചെയ്യണം? കൂടുതൽ 12 വർഷവും 13 വർഷവും 15 വർഷവും ചെയ്യേണ്ടി വരും. ഒരു തെങ്ങിനൊക്കെ എത്ര വർഷം ചെയ്യണം? 30-40 വർഷം ചെയ്യേണ്ടി വരും. അപ്പോൾ അതാണ് ആ വിള ദൈർഘ്യത്തിനനുസരിച്ച് ട്രയലുകൾ കൂട്ടിയിട്ട് അതിൽ നിന്ന് നമ്മൾ സോർട്ട് ചെയ്ത് ചിലപ്പോൾ 1-2 വെറൈറ്റി ആയിരിക്കും റിലീസ് ചെയ്യുന്നത്. ഡെവലപ്പ് ചെയ്യുന്നത് ആ വെറൈറ്റി നമ്മൾ എന്ത് ചെയ്യുന്ന ശരിക്കും AICRP വഴി ഇന്ത്യ മൊത്തത്തിൽ കൃഷി ചെയ്യാൻ വേണ്ടി ഇന്ത്യയിലെ പല സ്ഥലത്തും വിടും. ചിലപ്പോൾ എന്താ പറയുക, ചില കൃഷി ഇവിടെ ഉണ്ടാവും, വേറെ ഇടത്ത് ഉണ്ടാവില്ല. കാലാവസ്ഥ, മണ്ണിന്റെ വ്യതിയാനം, കാലാവസ്ഥ വെച്ച് ചിലപ്പോൾ ഇവിടെ നിങ്ങൾ പറയും ഇത് മോശം എന്ന് പറയും, പക്ഷെ വേറൊരു സ്ഥലത്ത് ഭയങ്കര ഗുണം വരും. അപ്പോൾ നമ്മൾ അവിടത്തേക്ക് റെക്കമെൻഡ് ചെയ്യും. ആ ചെടി അവിടത്തേക്ക് റെക്കമെൻഡ് ചെയ്യും. അങ്ങനെയാണ് ഒരു റിലീസ് തന്നെ 8 തുടങ്ങിയതാ. 2008 തുടങ്ങി 2024 നമ്മൾ റിലീസ് ചെയ്ത ഈ 2 വെറൈറ്റി. ഇങ്ങനെയുള്ള പ്രോസസ്സിംഗ് ഉണ്ട്. നമുക്ക് കളിപ്പിക്കാൻ പറ്റും. ഇപ്പൊ ഇതിൽ തന്നെ നമ്മൾ ഓരോ മാസം ഹാർവെസ്റ്റ് ചെയ്യുന്ന ടൈമുകളുണ്ട്. ഏത് മണ്ണിൽ നിൽക്കും, മണ്ണിൽ എത്ര വളം വേണം, മേഡം പറഞ്ഞില്ലേ ന്യൂട്രിയന്റ് മെഷീൻ, അങ്ങനെ അതിന്റെ സ്റ്റഡി വേറെ നടക്കും. അതുകൂടാതെ തന്നെ 3 മാസത്തിൽ അതെന്ത് സംഭവിച്ചു, അതിന്റെ തണ്ടിന് എത്ര വെയിറ്റ് ഉണ്ട്, ഉണങ്ങി ഡ്രൈ വെയിറ്റ് എത്രയാണ്, അതിന് എത്ര ലീഫ് ഉണ്ടായി, എത്ര തണ്ടുണ്ടായി, എത്ര ഹൈറ്റ് ഉണ്ടായി, ഇതിന് എത്ര ട്യൂബർ ഉണ്ടായി, ആ ട്യൂബറിന് എത്ര വെയിറ്റ് ഉണ്ടായി, ആ ട്യൂബറിന് എത്ര സ്റ്റാർച്ച് കണ്ടന്റ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പല പരീക്ഷണങ്ങളും 3 മാസം 6 മാസം, അപ്പോൾ 3 MAP 6 9 അങ്ങനെ ഒരു 3 പ്രാവശ്യം ഞാൻ സ്റ്റഡി നിരന്തരം മേഡം സ്ഥിരം ചെയ്യുന്ന ആളാണ്. അതിൻ്റെ കൂടെ തന്നെ മണ്ണിൻ്റെ ആരോഗ്യം, നമ്മൾ ചെടിയുടെ ആരോഗ്യം മാത്രമേ ചെയ്യണം. ഇത് നിൽക്കുന്ന മണ്ണിൻ്റെ ഘടന പിന്നെ എന്ത് മാറ്റം വരുന്നുണ്ട്. നമ്മൾ നേരത്തെ മണ്ണ് പരിശോധിക്കും, ഹാർവെസ്റ്റ് ചെയ്ത ശേഷവും മണ്ണ് പരിശോധിക്കും. അവിടെ എന്ത് സംഭവിച്ചു, ഈ ചെടി എന്തൊക്കെ അവിടെ നിന്ന് വലിച്ചെടുത്തു. അപ്പോൾ അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ ഒത്തിരി, എന്ന് വെച്ചാൽ നമുക്ക് പറയുമ്പോൾ ഒരു റിസർച്ച് സ്ഥാപനമാണ്, നിങ്ങൾ അത് ചെയ്യുന്നു. ഇതിന് ഇത്രയും സ്റ്റഡി ചെയ്തുകൊണ്ട് ഏത് കാലാവസ്ഥയ്ക്ക് പറ്റും, അപ്പോൾ ഇതെല്ലാം റിലീസ് ചെയ്തുകൊണ്ടാണ് ഒരു വെറൈറ്റി നമുക്ക് റിലീസായി വരുന്നത്. എല്ലാ കാര്യവും എന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും അതിന് ആൻസർ പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അറിയില്ല. അപ്പോൾ നമ്മൾ കർഷകർ എന്താണെന്ന് ചെയ്യണം, ഒരു കാളവണ്ടി, ഒറ്റ കാളവണ്ടി ഒരു കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അവനെ 2 കാളവണ്ടി വലിക്കാനുള്ള സാധനം ലോഡ് കയറ്റി കൊടുക്കും. അപ്പം കുറച്ച് കഴിയുമ്പോൾ ഇട്ടുകൊണ്ട് വീഴും. ആദ്യം വലിച്ചുകൊണ്ട് പോകും, അപ്പോൾ പോകുന്നുണ്ടല്ലോ എന്ന് പറയും, ഇട്ടുകൊണ്ട് വീഴും. അപ്പോൾ ഇപ്പം കേരളത്തിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെന്താണ്, വളമിട്ട് കഴിഞ്ഞാൽ കിഴങ്ങുണ്ടാകുമെന്നാണ് നമ്മൾ പറയുന്നത്, മണ്ണ് നോക്കൂല. അല്ല, ഇപ്പോൾ തമിഴ്നാട്ടിൽ എന്തെങ്കിലും കോഴിവളം ഇഷ്ടം പോലെ അവർക്ക് അവിടെ നിന്ന് മാറ്റിയാൽ മതി. ഈച്ച ശല്യം, വണ്ട് ശല്യം. ഇപ്പോൾ ഇവിടെ വണ്ട് വരുമെന്ന് പറയും. എന്നുവെച്ചാൽ ഇതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ വേറെയാണ്. ഇപ്പോൾ നമ്മൾ പറയും തെങ്ങ് കംപ്ലീറ്റ് പോകുന്ന മറ്റേ ചെള്ളു വരുന്നു എന്നൊക്കെ പറയുന്നു. ഇത് സംഭവത്തിൽ അവിടെ കോഴിവളം കൊണ്ടുവന്ന് ഇവിടെ നിന്ന് അധികമായിട്ട് വാരി അങ്ങ് ഇടുകയാണ്. ഇപ്പോൾ കോഴിവളം ഒരു 10 ചാക്ക് കൊണ്ട് അടുക്കി വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു 10,000 വണ്ടുണ്ടാവും. ഈ വണ്ട് എവിടെ പോകും? അവൻ്റെ ഭക്ഷണം അതിൻ്റെ അടുത്ത ജീവചക്രത്തിന് തമിഴ്നാട്ടിൽ പോകില്ല, നമ്മളെ കേരളത്തിൽ തന്നെ വീഴും, തെങ്ങിൽ തന്നെ വീഴും. ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് ഈ തെങ്ങിൽ തന്നെ വീഴും. അവൻ വേറെ പോകത്തില്ല. ഇപ്പം നിങ്ങൾ പറയുന്നുണ്ട് നമുക്ക് മണ്ണിര കർഷകൻ കലപ്പ, നിങ്ങളും പറയുന്നു മണ്ണിര വളർത്തണം. ഏത് മണ്ണിര വളർത്തണം? അവന് ഭക്ഷണം കൊടുക്കാൻ നിങ്ങൾ ബാധ്യതനാണ്. നമ്മൾ ഒരു കാര്യം ഇവിടെ നമ്മൾ അഡോപ്റ്റ് ചെയ്യുമ്പോൾ ഈ അഡോപ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഇപ്പം നല്ലതായിരിക്കും. ഇത് 10 വർഷം കഴിഞ്ഞ് എന്ത് സംഭവിക്കും? ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? 10 വർഷം കഴിഞ്ഞാൽ ഇതെന്ത് ചിന്തിക്കുമെന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ഇതിൻ്റെ ബൈ പ്രോഡക്റ്റ് എന്താണെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. എത്ര കാലം നീണ്ടു നിൽക്കുമെന്ന് ചിന്തിക്കുന്നില്ല. ഇപ്പം നമ്മൾ മണ്ണിരെ ആഫ്രിക്കൻ മണ്ണിരെ നല്ലത് തന്നെയാണ്, ശരിയാണ്. ഒരു ഡൈമീറ്ററിൽ 1000 വേംസിനെ വിട്ടാൽ, എന്നുവെച്ചാൽ ഒരു ഡൈമീറ്ററിനകത്ത് നമ്മുടെ കമ്പോസ്റ്റ് കൂട്ടിയിട്ട് അതിനകത്ത് 1000 വേംസിനെ വിട്ടാൽ 45 ദിവസം കൊണ്ട് ഡീകമ്പോസ്റ്റ് ചെയ്യും. ഭയങ്കര ഫാസ്റ്റാണ്. എന്നുവെച്ചാൽ 2 വർഷം കൊണ്ട് ഈ 2 കിലോ ഇരുന്ന കോഴി 45 ദിവസം കൊണ്ട് 2 കിലോ എത്തും. അതേ മെത്തേഡ് തന്നെ. ഇത് ഭയങ്കര ഫാസ്റ്റാണ്. ഈ ഫാസ്റ്റ് അപ്പോൾ നമുക്ക് ആലോചിക്കണം, ഒരു സാധാ കോഴി 2 വർഷം കൊണ്ട് തിന്നാനുള്ള ചാപ്പാട്, അതിനുള്ള ഫുഡ് 45 ദിവസം കൊണ്ട് തിന്ന് തീർക്കുന്നു. അതുപോലെ ഈ മണ്ണിര, സാധാ മണ്ണിര 2 വർഷം കൊണ്ട് തിന്നുന്നത് 40 ദിവസം കൊണ്ട് തിന്ന് തീർക്കുന്നു. അപ്പോൾ ഈ മണ്ണിര നമ്മുടെ ഭൂമിയിൽ ഇപ്പം ആരും ഉണ്ടാക്കണ്ട, ഭൂമിയിൽ മൊത്തം ആയി കഴിഞ്ഞു. അപ്പോൾ ഇതിന് ഫുഡ് എവിടെ, ഇന്ന ജൈവാംശം എവിടെ? ഞാൻ ചോദിക്കും, ഇല്ലാതിരിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? ഇപ്പം നമുക്കറിയാം, മനുഷ്യനെ തിന്ന ചരിത്രമുണ്ട് അല്ലേ? കടലിൽ പോയി വിശപ്പിന് താങ്ങാൻ പറ്റത്തില്ല. അപ്പോഴെന്ത് സംഭവിക്കുന്നത് എന്താണ്, മണ്ണിൽ അതിന് ജൈവാംശം കിട്ടില്ല, അടുത്ത് എന്താ ചെയ്യുന്നത്? നിൽക്കുന്ന ചെടിയെ തിന്നും. നെക്സ്റ്റ് ഓപ്ഷൻ, ജൈവാംശം കിട്ടില്ലെങ്കിൽ നിൽക്കുന്ന ചെടിയുടെ റൂട്ട് തിന്നും. അപ്പോൾ അങ്ങനെ കൃഷി. അപ്പോഴെന്താണ്, അത് കർഷകൻ ലാഭമാണ്, കലപ്പയാണോ അല്ലാതെയാണോ, പാരയാണ്?
സാറ് പറഞ്ഞത് കറക്റ്റാണ്. ഈ മണ്ണിനെ പ്രോത്സാഹിപ്പിച്ചിട്ട് മണ്ണ് തിന്നാത്ത പേര്, മണ്ണ് തിന്നാത്ത സാധനത്തിന് മണ്ണില്ലാന്നാ പറയുന്നത്. അത് തന്നെ മണ്ണ് തിന്നില്ല, മണ്ണ് തിന്നും. മണ്ണില്ല പറയുന്നത്. ഈ സാധനം വൃത്തിയാൽ മണ്ണിലെ കാഡ്മിയം അക്സസറീസ് മാറ്റം വരും. ഇതിനെ നമുക്ക് മാറ്റം വരുത്താം. ഇതിന് സംഭവം എന്ത് ചെയ്യണം, മണ്ണ് തിന്നുന്ന മണ്ണിന് 15 അടി താഴെയുണ്ട്. അവന് മുകളിലോട്ട് കൊണ്ടുവരാൻ വന്നു കഴിഞ്ഞാൽ കറക്റ്റായി മണ്ണ്. അതിന് പോലെയാണ് ആഫ്രിക്കൻ മണ്ണിനെ പ്രോത്സാഹിപ്പിക്കുന്നത്. സാറ് പറഞ്ഞാൽ കറക്റ്റാണ്. ആഫ്രിക്കൻ മണ്ണിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല.